മലപ്പുറം കൂരിയാട് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ അപാകത ചൂണ്ടിക്കാണിച്ച ഒരാളുണ്ട്. വലിയ എഞ്ചിനീയർ ഒന്നുമല്ല കേട്ടോ, സാധാരണക്കാരനായ ഒരു കൽപ്പണിക്കാരനാണ്. വ്ളോഗർ കൂടിയായ അബ്ദുൽ ലത്തീഫാണ് കഴിഞ്ഞ വർഷം ഈ അപകട സാധ്യതയെക്കുറിച്ച് സൂചന നൽകിയത്. ഇപ്പോൾ റോഡ് തകർന്നു കിടക്കുന്ന സമയത്ത് ലത്തീഫിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. മുബഷിർ പി അക്ബർ സംസാരിക്കുന്നു ലത്തീഫുമായി. ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന വേളയിൽ കൂരിയാടെത്തിയ ഭാഗത്തായിരുന്നു ആ ഒരു മേഖല സന്ദർശിച്ചതിനു ശേഷം ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയും നിർമ്മാണ തൊഴിലാളിയുമായിട്ടുള്ള ലത്തീഫ് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നത്. ഒരു കല്ലിൻ്റെ ഉയരത്തിൽ ഇങ്ങനെ ഇത്രയധികം വലിയൊരു മതിൽ ഉയർത്തിക്കെട്ടി ദേശീയപാത നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന ഒരു സ്വാഭാവിക ചോദ്യം നാട്ടുകാരെയൊക്കെ തന്നെ ഉന്നയിക്കുന്നൊരു ചോദ്യമായിരുന്നു അന്ന് ലത്തീഫ് ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം ആ മേഖലയിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ലത്തീഫ് അന്ന് പറഞ്ഞ കമൻറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലത്തീഫ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. കൂരിയാട് അപകടം സംഭവിച്ചതിന് കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കി? കൂരിയാട് അപകടം സംഭവിച്ചതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ പഴയ ഹൈവേ ഉണ്ട്, നിങ്ങൾക്കറിയാലോ. ആ ഹൈവേൻ്റെ മുകളിൽ പോലെ എന്താക്കി ഒരു നോർമൽ പരിപാടി അങ്ങനെ ചെയ്ത് കണ്ട് ആ കട്ട ഇങ്ങനെ നമ്മളിപ്പോൾ സാധാ പഠിക്കണം റോട്ടിൻ്റെ സെൻറ്ററിൽ ഒരു സിമെൻറ്റ് കൂട്ടിക്കാണ്ട് കുമ്മായം കൂട്ടിക്കാണ്ട് കല്ലിങ്ങനെ പഠിക്കണം അങ്ങനെ ഉണ്ടാവും. അതേപോലെ ഒരു മതിലാണ് ഉണ്ടാക്കി. പാലം വേണമായിരുന്നു. അവിടെ പാലം വേണ്ട ആവശ്യമൊന്നും ഇല്ലേനു. എന്ത് ചെയ്താൽ മതിയെന്ന് അറിയോ, ഓല് ഈ സെറ്റപ്പ് തന്നെ മതിയേനു. പക്ഷേ ഓല് എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 1 മീറ്റർ വീതി, ഒരു 5 മീറ്റർ താഴ്ചയിൽ ഈ കട്ട വരുന്ന ഏരിയ മൊത്തത്തിൽ നീളത്തിൽ നല്ലൊരു ചാല് കീറുക, അതിനിടയിൽ വലിയ ഒരു ഫില്ലർ കൊടുക്കുക, എന്നിട്ട് അതിൽ റീറ്റെയിനിങ് വാൾ കെട്ടുക. മൊത്തത്തിൽ 2 സൈഡിലും റീറ്റെയിനിങ് വാൾ കെട്ടിയിട്ട് 1 മീറ്റർ വീതി ഞാൻ പറഞ്ഞു കേട്ടോ, 5 മീറ്റർ താഴ്ചയിൽ അതിന് മൊത്തം കോൺക്രീറ്റ് അടച്ചുകൊണ്ട് നല്ല ദമ്മ് റീറ്റെയിനിങ് വാൾ ചെയ്ത് കണ്ട് അതിൻ്റെ സെൻറ്ററിലോ എൻഡിലോ ഈ കട്ട വെച്ച് കെട്ടിക്കാണ്ട് ഒരു 4 നിലക്കോ 5 നിലക്കോ കെട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലേനു. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്ലേയേഴ്സ് മൊത്തം ഔട്ട് ഓഫ് സ്റ്റേറ്റാണ്. ഏത് മാനേജ്മെൻറ്റ് മൊത്തം ഓലിങ്ങനെ എഴുതി കൊടുക്കല്ലേ, ഇങ്ങനെ ഏതാളി അത്ര വെയിറ്റ് താങ്ങുന്നൊക്കെ പറഞ്ഞു കണ്ട്. അപ്പോൾ ഓല പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ കാലാവസ്ഥ പറഞ്ഞാൽ ഞാൻ ഒരു പണിക്കാരനാണ്. ഇവിടെ ഓടി വിരിച്ചാൽ കുഴപ്പം, 4 പേര് മതിലിട്ടാൽ കുഴപ്പം, അക്കു ഒലിച്ചു കൊണ്ടിരിക്കുകയാണ്. വള്ളത്തിൻ്റെ അടുത്ത് നമുക്ക് കളിക്കാൻ പറ്റില്ല. വെള്ളം തീയൊക്കെ ഭയങ്കര കറണ്ടൊക്കെ കൊടുത്തപ്പെട്ട സാധനങ്ങളാണ്. ഉണ്ടായപ്പോൾ അവർ പറയുന്നത് ആ റോഡിൻ്റെ താഴെ ഉണ്ടായിരുന്ന മണ്ണ് നീങ്ങിയതാണ് അപകടത്തിന് കാരണം. പാടത്ത് കലിങ്കൊക്കെ ഉണ്ടേനല്ലോ, കലിങ്കി ചതുപ്പുള്ള ഏരിയയാണ്. ചതുപ്പ് മനസ്സിലാക്കി ഇപ്പം നമ്മൾ പാടത്തൊരു കിണർ കുത്തുകയാണെങ്കിൽ അവിടെ ചതുപ്പുണ്ടാവുക. ഈ പാടവും പറമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ വീട് ഉണ്ടാക്കുന്നത് പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ കണ്ടോ, ഏകദേശം ഈ ഭൂമി ലെവലിൽ നിന്ന് ഒരു 3 അടി താത്തിട്ടുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാണ്, വെറുതെ ക്യാമറ ആയിട്ട് തിരിച്ചാണ് ആ ഫൗണ്ടേഷൻ അടപ്പെട്ടുകൊണ്ട് തറ കിട്ടുന്നത്. ആ ഫൗണ്ടേഷൻ്റെ വീതി വയ്ക്കുന്നത് 2 അടി വീതിയുണ്ട്. ഇനി മുകൾക്ക് എത്തുമ്പോൾ ഒറ്റ കല്ല് കൊടുക്കുള്ളൂ. നേരെ മറിച്ച് 3 നിലൻ്റെ ബിൽഡിങ്ങിൽ ഒരു കട്ട, അതാ 30 സെൻറ്റ് വീതി വരുന്ന ഒരു കട്ട വെച്ച് കണ്ട് അത്ര ഹൈറ്റിൽ ലെങ്ത്തിൽ കിട്ടും പോലെ ധൈര്യം അത് നമ്മൾ സമ്മതിക്കണ്ടേ? തീർച്ചയായും അതിലേക്ക് വരാം. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.